ഹേ ഗായ്സ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതായത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും എങ്ങനെയാണ് ഒരു കൊച്ചു പട്ടിയെ നമ്മൾ പൊക്കിയെടുക്കേണ്ടതെന്ന് ഉള്ളൊരു ആ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ പട്ടി, അതായത് ഒരു അഡൽട്ട് പട്ടിയെ, അത് കുറച്ച് അത്യാവശ്യം ബോഡി വെയിറ്റൊക്കെ ഉള്ള പട്ടിയെ എങ്ങനെയാണ് പൊക്കിയെടുക്കേണ്ടത് കറക്റ്റായിട്ടുള്ള ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഡെമോ പേർപ്പസിന് വേണ്ടിയിട്ടൊരു എൻ്റെ അടുത്തൊരു പട്ടിയുടെ ഒരു പാവയുണ്ട്. അപ്പം നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, അതായത് ഇപ്പോൾ ഈ പട്ടി താഴെ നിൽക്കുവാണെങ്കിൽ, ഇതിനെ പൊക്കിയെടുക്കുവാണെങ്കിൽ, ഇതൊരു കൊച്ചു പട്ടിയാണെങ്കിലാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയായിരിക്കും, അതായത് നമ്മൾ കൈ ഇങ്ങനെ താഴെ കൂടെ ഇട്ടിട്ട് ഇവിടെ ബാക്ക് ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട്, താഴെ ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പിടിച്ച് വേണം ഇങ്ങനെ വേണം എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. സോ ഇങ്ങനെ എടുക്കേണ്ട ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പട്ടി ഇങ്ങനെ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാതെ എന്തിനാ അവർ പറയുന്നത്, ഇപ്പോൾ പട്ടിക്കുട്ടികളെയായാലും എന്തിനാ ഇങ്ങനെ എടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പട്ടികളുടെ 2 കാലുകളുണ്ടല്ലോ, അപ്പോൾ ഇത് മസിൽസിനോട് ചേർന്നാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ഇവർക്ക് അതായത് ഇപ്പോൾ നമുക്ക് ഈ കൈയുടെ ബോണ് ഷോൾഡർ ബ്ലേഡ്സിൻ്റെ കൂടെ അറ്റാച്ച്ഡ് അയക്കുന്ന പോലെയല്ല ഈ പട്ടികൾക്ക് അയക്കുന്നത്. അതായത് ഇവർക്ക് ഈ ബോൺസ് എന്ന് പറഞ്ഞ് ഈ 2 കാലിലെ ഫ്രണ്ടിലെ കാലിലെ ബോൺസ് മസിൽസ് ആയിട്ടാണ് അറ്റാച്ച് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഗ്യാപ്പാണ്, അതായത് ഈ ഷോൾഡർ ബ്ലേഡിലൂടെ അറ്റാച്ച്ഡ് ആവാത്ത കാരണം നമ്മളിങ്ങനെ പിടിച്ച് പൊക്കിയെടുക്കുമ്പം അത് ഭയങ്കര ഒരു ടെൻസ് ക്രിയേറ്റ് ചെയ്യും അവിടെ. അപ്പം അവർക്കത് ഭയങ്കര പെയിനും ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പൊക്കിയെടുക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് പൊക്കിയെടുക്കാതെ, ഇപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് പൊക്കിയെടുക്കാം. പക്ഷേ പട്ടിക്കുട്ടികളാവട്ടെ അല്ലെങ്കിൽ വലിയ പട്ടിയായാലും ശരി, ഇങ്ങനെ പിടിച്ച് പൊക്കിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ എനിക്കിത് റീസെൻ്റായിട്ടാണ് മനസ്സിലായത്. അപ്പം ഞാനത് അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. കാരണം എനിക്കറിയാം, പല പെറ്റ് ഓണേഴ്സിനും കുറേ കാര്യങ്ങളൊക്കെ പുതിയതായിരിക്കും, അവരും ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉണ്ടാകത്തുള്ളൂ പല കാര്യങ്ങളും. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഓരോന്ന് പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളത് തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കി, പിന്നെ അത് നമ്മൾ പഠിക്കുന്നവരൊന്നും അല്ലേ. അപ്പം അങ്ങനെ പഠിച്ചെടുത്ത ഞാനൊരു കാര്യമാണ് ഈ വീഡിയോയിൽ ഇന്ന് ചെയ്യാൻ, അതാണ് ഒരു കാരണം. അപ്പം എങ്ങനെയാണ് ഒരു വലിയ പട്ടി എങ്ങനെയാണ് എടുക്കുക? ഇപ്പോൾ കൊച്ചു പട്ടിയെ നമുക്ക് ഇങ്ങനെ പിടിച്ചിങ്ങനെ എടുക്കാൻ പറ്റും, പക്ഷേ ഒരു വെയിറ്റുള്ള പട്ടിയാണ് ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം അത് വെയിറ്റ് കാരണവും പിന്നെ നമുക്ക് ആ ഒരു യഥം കിട്ടത്തില്ലായിരിക്കും ചിലപ്പോൾ പൊക്കിയെടുക്കാൻ ഇങ്ങനെ അല്ലേ. സോ എങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് പട്ടി ഇങ്ങനെ താഴെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ആദ്യം അടുത്തേക്ക് വിളിക്കുക. അതിപ്പം നിങ്ങൾ മുട്ടിൽ നിൽക്കുവാണ് അല്ലെങ്കിൽ മുട്ടിൽ ഇരിക്കുവാണെങ്കിൽ അത്രയും നല്ലത്. മുട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ പട്ടിയെ അടുത്തേക്ക് വിളിക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പം അതിൻ്റെ കാല് മേബി നിങ്ങളുടെ തോളിലോട്ട് ഇങ്ങനെ സപ്പോർട്ട് വെച്ച് കൊടുത്തിട്ട് ഈ താഴെ കൂടെ നിങ്ങൾക്ക് ബാക്കിൽ കൂടെ ഒരു സപ്പോർട്ട് കയ്യിൽ കൊടുത്തുകൊണ്ട് ഇവിടെ പിടിച്ചിട്ട്, അതായത് പട്ടി ഇപ്പം നിങ്ങളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് മറിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട് പട്ടി. അപ്പോൾ നിങ്ങൾ ഇത് പട്ടിയെ കാലുകൾ 2 നിങ്ങളുടെ ഷോൾഡേഴ്സിലോട്ട് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ബാക്കിൽ, പിന്നെ ഈ ഒരു കൈ താഴെ വെച്ചിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് കറക്റ്റ് മെത്തേഡ് എടുക്കാൻ. ഒരിക്കലും ഒരു കാരണം വെച്ചാലും ഇങ്ങനെ പിടിച്ചങ്ങ് പൊക്കിയെടുത്ത് ഇങ്ങനെ തോളിൽ വെച്ചുകൊണ്ട് നടക്കാതെ ഇവിടെ ബാക്കിൽ കൂടെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് വേണം എടുക്കേണ്ടത്. പിന്നെ ആൺപട്ടികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചെടുത്ത് ഇവിടെ അവരുടെ ഈ ടെസ്റ്റിക്കിൾസ് ഉണ്ടാവും. ഇപ്പോൾ ലിയോയ്ക്ക് നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് അവന് കുഴപ്പമില്ല. പക്ഷേ ഒരു ആൺപട്ടിക്ക് അല്ലാതെ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇവിടെ പിടിച്ച് ഇങ്ങനെ പൊക്കുമ്പം അതിപ്പോൾ ഇവിടെ പിടിച്ച് പൊക്കുന്നതിനാട്ടിലും പെയിൻഫുൾ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ പിടിച്ച് പൊക്കുന്നതെന്ന് പറയുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് അവിടെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം അതിനെ ഇങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ പിടിക്കേണ്ടത്. ഇപ്പോൾ ഒരു വലിയ പട്ടി എന്തിനാണ് പൊക്കിയെടുക്കേണ്ട കാര്യം എന്തോന്ന് നിങ്ങൾ പലരും ചോദിക്കുമായിരിക്കും. ഇപ്പം എന്ത് കാരണം കൊണ്ടായാലും ഇപ്പോൾ ഒരു വലിയ പട്ടിയെ നമ്മൾ എടുക്കേണ്ട ഒരു ആവശ്യം വരുവാണെങ്കിൽ, അത് അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ ബെഡിൽ ഇപ്പം പട്ടിക്ക് വയ്യ, അപ്പോൾ ഹോസ്പിറ്റൽ ബെഡിൽ കൊണ്ട് കിടത്തണം, അല്ലെങ്കിൽ അതിനെ തീരെ വയ്യ നമ്മളതിനെ കാറി കയറ്റണം, അല്ലെങ്കിൽ കാറിൽ നിന്ന് ഇറക്കണം, അല്ലെങ്കിൽ അതിനെ പൊക്കിയെടുത്തുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകണം. സ്റ്റെയർ കേസ് ചിലപ്പോൾ അതിന് സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ട് സ്റ്റെയർ കേസ് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങൾ വേണം അതിനെ പിടിച്ച് സപ്പോർട്ട് നിങ്ങൾക്ക് അതിനെ എടുത്തുകൊണ്ട് വേണം അതിനെ താഴോട്ട് കൊണ്ടുപോകാൻ. ചില പട്ടികൾ വലിയ പട്ടിയായാലും അല്ലെങ്കിൽ വെയിറ്റുള്ള പട്ടിയായാലും സ്റ്റെയർ കേസ് കയറാനും ഇറങ്ങാനൊക്കെ അവർക്ക് പേടിയായിരിക്കും.
അപ്പം എന്തെങ്കിലും സിറ്റുവേഷൻ കാരണം അങ്ങനെ എടുക്കേണ്ടി വരുവാണെങ്കിൽ പ്രോപ്പർ മെത്തേഡ് അപ്പം നിങ്ങൾ കണ്ടില്ല, ഇപ്പം ഇങ്ങനെ വേണം പട്ടിയെ പിടിച്ച് പൊക്കിയെടുക്കാൻ. അപ്പം അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പട്ടി എങ്ങനെ നമ്മൾ പ്രോപ്പർ രീതിയിൽ എങ്ങനെ എടുക്കണം എന്നുള്ള രീതി എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സ്മി സൈനിങ് ഓഫ്. ബൈ.